ബോച്ചെ പണി ഇരുന്നു വാങ്ങി. തന്റെ പതിവ് വാചകങ്ങൾ എല്ലായിടത്തും ചിലവാകില്ല എന്ന് അങ്ങേർക്ക് മനസ്സിലായി. ഹണി റോസ് പരാതി കൊടുത്തു ബോച്ചെ അകത്തുമായി. ഇത് അങ്ങേർക്ക് ഒരു ആവശ്യമായിരുന്നു. എവിടെയും എന്തും തമാശ രൂപത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പരിവാരങ്ങളും ഉണ്ടായിരുന്നു. അവരാണ് അദ്ദേഹത്തിന് വളമായത്. എന്തായാലും ബോച്ചയുടെ തമാശ ഹണി റോസിന് ഫീൽ ചെയ്തു. ഇനി ഒരു പക്ഷേ ബോച്ചെ പഴയ ആളായി ആയിരിക്കില്ല തിരിച്ചു വരുന്നത്. വാചകങ്ങൾ അല്പം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ശ്രമിക്കും. ബോബി അറസ്റ്റിൽ ആയതിന് പിന്നാലെ ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തി. ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല ഞാൻ. നിർത്താതെ പിന്നെയും പിന്നെയും എന്നെ വേദനിപ്പിച്ചത് കൊണ്ട് നിവർത്തികെട്ട് ഞാൻ പ്രതിരോധിച്ചതാണ്. ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആരുടെയും വേദനയിൽ ഞാൻ ആഹ്ലാദിക്കുകയുമില്ല. ഇനിയും പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള അവസ്ഥകൾ എനിക്ക് ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയുണ്ട്. സത്യത്തിനും എന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നു. എന്തായാലും ഈ വിഷയം കാരണം ബോച്ചയുടെ ഇമേജ് നഷ്ടപ്പെട്ടു എന്നതിൽ സംശയമില്ല. ഭാരതീയ ന്യായസംഹിതയിലെ 75-ാം വകുപ്പ്, IET ആക്ടിലെ 67-ാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം ബുധനാഴ്ച വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ചതിന് പിന്നാലെയാണ് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കുമെന്നാണ് വിവരം. അതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്. എന്തായാലും അകത്തായ ബോച്ചയ്ക്ക് ഒരു തിരിച്ചറിവും മാറ്റവും ഒക്കെ ഉണ്ടാകട്ടെ. സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. നിങ്ങൾ ഈ വിഷയത്തിൽ ആരോടൊപ്പമാണ്? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.